അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ആ ചേട്ടനോട് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടോ. എന്റെ ഫയൽ മൊത്തം ഞാൻ ഇവിടെ ഉള്ള ഒരു പുഴയിൽ കുളിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കാൻ മറന്നു. ഏതാ പുഴ എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് ദൂരം ബാക്കോട്ട് പോകണമെന്ന് പറഞ്ഞു. ആളീ നാട്ടുകാരനല്ലാത്ത കാരണം ഒന്നും അറിയില്ല. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കല്ലടിക്കോടായിരുന്നു. അപ്പോഴാണ് തുപ്പനാട് പുഴയിലാണ് ആ ചേട്ടൻ അവിടെ വെച്ചിരുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ നേരെ അദ്ദേഹത്തിന്റെ ഫയലും തെരഞ്ഞെട്ടോ ഉള്ള യാത്രയിലാട്ടപ്പോ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫയലും തെരഞ്ഞ പുഴയരികിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. ആള് പറഞ്ഞു ഈ ഒരു സൈഡിൽ എവിടേക്ക് വെച്ച് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കൈവരി കൂടെ ഒരുപാട് നേരം നടന്നു കേട്ടോ. കുറെ അങ്ങോട്ടും കുറെ ഇങ്ങോട്ടും ഞാൻ ആ പാലത്തിൽ കൂടെ നടന്നു. ആളുകളൊക്കെ നോക്കണം കേട്ടോ. ഇവരെന്താണ് ഈ വീഡിയോ പിടിച്ച് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കേട്ടോ. പെരും വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഇട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് കുറച്ചു നേരം കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചേട്ടൻ എടുത്ത് കൊടുക്കും. പിന്നെ ഞാൻ നേരെ പാലത്തിന്റെ താഴെ പോയിട്ടോ. നോക്കുമ്പോൾ ഒരുപാട് പേരവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. കുറെ ആളുകൾ മീനൊക്കെ ചൂണ്ടിട്ട് മീൻ നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ നേരെ പോയി. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അല്ലാണ്ട് ആ ഫയലിന് കിട്ടാൻ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയതിനു ശേഷം ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ആ പാലത്തിന്റെ ഫില്ലർ തന്നെ ആ ചേട്ടൻ പറഞ്ഞ ആ ഒരു ഫയൽ അവിടെ കിടന്ന് കാണാം കേട്ടോ. ഞാൻ അത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് കണ്ടില്ല. എന്തായാലും വളരെയധികം വിഷമമായി. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മറ്റു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.